നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമുക്കത് മുമ്പോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. ആ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവസ്ഥ എന്താണ്, അത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിലുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ നോക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, പിന്നെ നിങ്ങളുടെ പേഴ്സണോട് അവർക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ അവരുടെ ഉദ്ദേശം എന്താണ്, പിന്നെ നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്ന ജപമാലകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ഒന്നാമത്തെ ജപമാല, ഇത് രണ്ടാമത്തെ ജപമാല കേട്ടോ, ഇത് മൂന്നാമത്തെ ജപമാല. ഇതിലേത് ജപമാല വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ റെസൊനേറ്റ് ചെയ്താൽ തന്നെ എല്ലാം റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസൊനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ജപമാല നമ്പർ 1 ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് 2, ഇത് 3 കേട്ടോ. നമ്മൾ ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. നമുക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് എന്താണ് ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വരുന്നത് എന്ന് നോക്കാം. ഒരു കാർഡാണ്, ഇത്രയും കാർഡ് വീണെങ്കിലും ഒരു കാർഡാണ് തിരിഞ്ഞത്. അപ്പോൾ ഇവിടെ ടോക്സിഫിക്കേഷൻ, ഇത് ഡീടോക്സിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. രുദ്രാക്ഷം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എല്ലാ മതം ഫോളോ ചെയ്യുന്നവരും രുദ്രാക്ഷം യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബോഡിയും സ്പിരിറ്റും ആത്മാവിനെയും പ്യൂരിഫൈ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യണം എന്നാണ്. കാരണം നിങ്ങളൊരു ടോക്സിക് സിറ്റുവേഷനിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ശരീരവും മനസ്സും എല്ലാം, നിങ്ങളുടെ വീടും എൻവയോൺമെൻറ്റും എല്ലാം ടോക്സിക് സിറ്റുവേഷനിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? പേജ് ഓഫ് സ്വേർഡ്സും പിന്നെ ഓക്കെ, ഇവർ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾ ഇവർക്ക് അറിയണം. അതിനു വേണ്ടി ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ അവർ ഭയങ്കരമായിട്ടുള്ള ഡിറ്റക്റ്റീവ് വർക്ക് നടത്തുന്നുണ്ട് ആ സിറ്റുവേഷനിൽ വേണ്ടിയിട്ട്. അവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം. അതുപോലെ തന്നെ അവരൊരു പക്ഷേ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് അവരവിടെ നിന്ന് അനങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവിടെ ആ പേഴ്സൺ ചിലപ്പോൾ ഇവരൊരു ആളുടെ ജീവിതത്തിലാണെങ്കിൽ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് മനസ്സിലായോ? ഈ പേഴ്സൺ അവരുടെ കറണ്ട് പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയോ, അതോ ഈ പേഴ്സൺ ഇപ്പോഴും തുടരുന്നുണ്ടോ? അതാണ് തേർഡ് പാർട്ടി നോക്കുന്നത്. തേർഡ് പാർട്ടി സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെയോ നിങ്ങളുടെ ഫാമിലിയോ സ്പൈ ചെയ്യുന്നുണ്ട് ഇവർ. കാരണം ഇവർ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറയാൻ പറ്റും. ഏതോ ഒരു സിറ്റുവേഷൻ അവരിപ്പോഴും അത് തീർന്നിട്ടില്ല, ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടില്ല എന്നൊരു മനസ്സാണ് അവരുടെ കേട്ടോ. അപ്പോൾ അവരതുകൊണ്ട് തന്നെ നോട്ടമിട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അകന്ന് പോയിട്ടുണ്ടാവും ഇവരിൽ നിന്ന്, അറിയില്ല, നമുക്ക് നോക്കാം.
അതോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇവർക്ക് ഡൗട്ട് ഉണ്ട് നിങ്ങളുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ, അവരറിയാതെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. എന്ത് സിറ്റുവേഷനാന്ന് നോക്കി അല്ലേ. നോക്കാം, ക്ലാരിഫൈ ചെയ്യുന്നത് സ്റ്റാർ റിവേഴ്സ് ആണ്. ഇവർ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നില്ല. ഇവർ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർ ആരോടാണോ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇവരിയ്ക്കുന്നത് ആ പേഴ്സണായിട്ട് ഇവർ ഉടക്കിലാണ്. മനസ്സിലായോ? ഇവർ സ്റ്റക്കാണ് സിറ്റുവേഷനിൽ. ഇവർ കംപ്ലീറ്റ് ആയിട്ട് ആ പേഴ്സണിൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ഇവരൊരു റീകൺസിലിയേഷൻ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഇവരും ഇപ്പോൾ ഉള്ള പേഴ്സണും തമ്മിലുള്ള അടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും ആ പേഴ്സൺ അവരുടെ കറണ്ട് ലൈഫിലുള്ള ഇപ്പോഴത്തെ ആളെ ഉപേക്ഷിച്ചു എന്ന് ഈ തേർഡ് പാർട്ടിയോട് നുണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് അതുകൊണ്ട് തേർഡ് പാർട്ടിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഈ പേഴ്സൺ നുണ പറയാണോ സത്യം പറയാം. കാരണം തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിന്ന് ഈ പേഴ്സൺ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ആണ് ഇപ്പോൾ ഇവർ കറൻ്റ്ലി റിലേഷൻഷിപ്പിലുള്ളതെങ്കിൽ, അതല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഇവിടെ ഇല്ല, ഇത് പുതിയ ഇവർ വേറൊരാളായിട്ടാണ് ഇവർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ പെർട്ടിക്കുലർ പേഴ്സണുമായിട്ട് ഇവർ ഓക്കെ. അടുത്ത ചോദ്യത്തിൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിനോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കുമ്പോഴേ നമുക്കിത് നിങ്ങളുടെ പേഴ്സണായിട്ടാണ് ഇവരിപ്പോൾ കണക്ഷൻ ഉള്ളത് അതോ വേറെ ആരെങ്കിലും ആണോ, ഇനി വേറെ ആരെങ്കിലും ആണോ ഇവരുടെ ലൈഫിലുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ ഈ പേഴ്സൺ ഇവർക്ക് കിട്ടിയപ്പോഴും ഇവർക്ക് എന്താ പറയുക, ഈ പേഴ്സൺ രണ്ട് വഞ്ചിയിൽ കാലുവിട്ട് വെച്ച് നിൽക്കുന്ന പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവർ സ്പൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ എനിക്ക് വേണ്ട, കാരണം എനിക്ക് ഒരാളെ മുഴുവനായിട്ട് വേണമെന്നാണ് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആള് വീട്ടുകാരുമായിട്ടും അയാളുടെ വൈഫോ ഹസ്ബൻഡോ ആയിട്ടും കണക്ഷൻ വെക്കുന്നുണ്ട്. അത് തേർഡ് പാർട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവരെ സോഡിയാക് സൈൻ പൈസസും അക്വാരിയസും ആണ് ഉള്ളത് കേട്ടോ. ഇനി നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? ജസ്റ്റിസ്, 7 of Wands. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിക്ക് അവർക്ക് വേണം എന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്, പക്ഷെ അത് കല്യാണമായിട്ടാണ് വേണ്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവർക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഇവരോട് സത്യം തുറന്ന് പറയില്ല എന്നൊരു വിശ്വാസമുണ്ട്, ഒരു തോന്നലുണ്ട് അവർക്ക്. അപ്പോൾ ഇതൊരു ചാലഞ്ചായിട്ട് എടുക്കുകയാണ് ഇവരുടെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യാനാണ് നോക്കുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡ് എന്ന് വെച്ചാൽ പേഴ്സൺ. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പ് വെക്കുമ്പോഴും നിങ്ങളുമായിട്ടും കണക്ഷൻ വെക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. പക്ഷെ തേർഡ് പാർട്ടിയോട് പറഞ്ഞേക്കുന്നത് നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ലെന്നാണ്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിക്ക് ഒരു ഡൗട്ട്, ഈ പേഴ്സൺ ഇവരുടെ കൂടെ ഇല്ലാത്തപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊരു ഡൗട്ട് തേർഡ് പാർട്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ ഒരു വിചാരം, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് നുണ പറയുന്നുണ്ടെന്നൊരു വിധം. അപ്പോൾ സത്യം പറയിപ്പിക്കണം നിങ്ങളുടെ പേഴ്സണോട്. അതുപോലെ തന്നെ എന്നാലും ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഇത് വിടുന്നില്ല. ഇവരുടെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ ഇവർ ഭയങ്കര ടെറിട്ടോറിയലാണ്. അറിയാലോ മൃഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരെ ഞാൻ മൃഗമായിട്ട് കരുതല്ല, മൃഗങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യും. അപ്പോൾ ഇവർ ഭയങ്കര ടെറിട്ടോറിയലാണ്. ഇവർ ഇഷ്ടപ്പെടുന്ന ആളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള ആരുടെ ജീവിതത്തിൽ വേറെ ആരും പാടില്ല, ഇവർ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇവരുടെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മനസ്സിലാവുണ്ടോ? അതാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ ഇവർ ഭയങ്കര ഇൻസെക്യൂറാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇൻസെക്യൂറാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇവരോട് നുണ പറയുന്നുണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഭയങ്കര സ്മാർട്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വെക്കുമ്പോഴും നിങ്ങളോട് നുണ പറയുന്നുണ്ട്. അത് ഇവർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവരോട് കണക്ഷൻ ഇല്ലെന്നായിരിക്കും നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവരോട് പറയുന്നത് നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല എന്നാണ്. പക്ഷേ ഈ പേഴ്സൺ വളരെ സ്മാർട്ടാണ്, രണ്ടുപേരുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് ഡീടോക്സിഫൈ ചെയ്യണം എന്ന് പറഞ്ഞത്, ക്ലെൻസ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ് ഈ തേർഡ് പാർട്ടി കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ ഉള്ളിൽ ഭയങ്കര ഭയമുണ്ട്, സംശയമുണ്ട് നിങ്ങളുടെ പേഴ്സണെ. പക്ഷെ അതൊരിക്കലും പുറത്ത് കാണിക്കുന്നില്ല. ഇവിടെ ലീബ്രയും ജെമിനയും സോഡിയാക് സൈനാണ് കാണിക്കുന്നത്.
പിന്നെ 7 ഓഫ് വാണ്ട്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഏസ് ഓഫ് സ്വാർഡ്സ്, ക്ലാരിറ്റി, മെൻറ്റൽ ക്ലാരിറ്റിയും സ്ട്രെങ്ത്തും. അപ്പോൾ ഇവർക്ക് മെൻറ്റൽ ഇവർക്ക് മനസ്സിന് ഭയങ്കര ക്ലാരിറ്റിയാണ്, ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവരുടെ പൊസിഷൻ. ഞാൻ പറയാം ടെറിട്ടോറിയൽ ആണെന്ന് പറഞ്ഞില്ലേ, മൃഗങ്ങൾ അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന പോലെ ഇവർ നിങ്ങളുടെ പേഴ്സണെ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ പേഴ്സണ് ഉള്ളിൽ ഭയങ്കര സംശയമുണ്ട് നിങ്ങളുടെ പേഴ്സണ്, പക്ഷേ എന്നാലും ഈ പേഴ്സണെ വിടാൻ തേർഡ് പാർട്ടി റെഡിയല്ല. ഇവർക്ക് എന്താണ് ഇവർക്ക് ഉദ്ദേശം, ഭയങ്കര ക്ലാരിറ്റിയാണ് ഇവരുടെ മനസ്സിൽ. മനസ്സിലായോ? എന്നുവെച്ചാൽ ഇവർക്ക് ഈ നിങ്ങളുടെ പേഴ്സണ് വേണം. അതിന് എന്ത് തരത്തിലും ഇവരുടെ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യാൻ ഇവർ റെഡിയാണ്. അതുകൊണ്ടാണ് സ്ട്രെങ്ത് കാണിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ വെർഗോ പൈസസ് ആണ് കാണിക്കുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് ഇൻസെക്യൂരിറ്റി ആണ്, അവർ ഭയങ്കര ഇൻസെക്യൂർ ആണ്. ചാരിയറ്റ് റിവേഴ്സ് വന്നു. ഇവർക്ക് ഇതിൽ ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക്, പക്ഷേ ഇവർ വെയിറ്റിങ്ങിലാണ്. നിങ്ങളുടെ പേഴ്സണെ 100% ഇവർക്ക് വിശ്വാസമില്ല. ഈ പേഴ്സൺ ഇവരുടെ കൂടെ പോകുമോ എന്ന് വിശ്വാസമില്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെയും വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്കും വരുന്നുണ്ടെന്ന് ഇവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ഇൻസെക്യൂർ ആണ്. ഇവരുടെ കൺട്രോൾ, ഇവർ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്, ചാരിയറ്റ് ഉണ്ട്, പക്ഷെ കൺട്രോളിൽ നിൽക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവരെങ്ങനെ ഈ പേഴ്സണെ ഇവരുടെ അടുത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കാം എന്നാണ് ഇവർ ആലോചിക്കുന്നത്. അതുപോലെ സമയം ഇവർ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ സമയം വരും, ഞാൻ അതുപോലെ ക്ഷമയോടെ ഇരിക്കണം എന്നാണ് ഇവർ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് കേട്ടോ. ക്യാൻസർ സോഡിയാക് സൈൻ ആണത്. ഇവരുടെ ഉദ്ദേശം എന്താണ്? നല്ല ഉദ്ദേശമാണോ? ഇവിടെ കപ്സ് ഒന്നും കണ്ടില്ല. ഇവർക്ക് ലവ്, ഇവർ കള്ളത്തരം കാണിക്കുന്നതാണ്. കാരണം മാനിപ്പുലേറ്റിംഗ്, മജിഷ്യൻ റിവേഴ്സും നൈറ്റ് ഓഫ് കപ്സും ആണ്. അപ്പോൾ ഈ റൊമാൻസ് കാണിക്കുന്നതൊക്കെ കള്ളത്തരമാണ് അവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പൈസ അടിക്കണം, അതാണ് മെയിൻ ഉദ്ദേശം. ഇവരുടെ 5 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. ഇവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. ഇനി വാതിലൊന്നും അടിച്ചേക്കട്ടെ, ഭയങ്കര ഡിസ്റ്റർബൻസ്. സോറി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നല്ലോണം പൈസയുണ്ട്. അപ്പോൾ എന്താ ഇവരുടെ സിറ്റുവേഷൻ ആണ്, ഇവർ ചിലപ്പോൾ ജോലിയില്ലാത്ത ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇവരുടെ സ്വത്തൊക്കെ നശിച്ചു പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ആണ്. അപ്പോൾ എന്തായാലും ഇവരുടെ അടുത്ത് പൈസയൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പേഴ്സൺ വഴി ഇവരുടെ ചിലപ്പോൾ ബാങ്കിൽ ജോലികളിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ലോൺ എടുക്കാനുള്ള ഇതിനായിരിക്കും ഇവർ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സോപ്പിട്ട് കാര്യം നിൽക്കുകയാണ് അവർ. അപ്പോൾ ഇവർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വഴി ഫിനാൻഷ്യൽ സിറ്റുവേഷൻ റിക്കവർ ചെയ്യണം, അവർക്ക് പണം കൈവരണം എന്ന് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൊടുക്കണം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കൊടുക്കണം. അതാണ് അവരുടെ ഉദ്ദേശം എന്തായാലും. പക്ഷേ അതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ ഇവർക്ക് ലാവിഷായിട്ട് ജീവിക്കണം. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് പൈസ കിട്ടുന്ന ലവേഴ്സ് കാണിക്കുന്നുണ്ടോ, പൈസ കിട്ടുന്നത് വരെ ഈ പേഴ്സണെ ഇവരുടെ കയ്യിൽ തന്നെ വെക്കണം. അതാണ് ഇവർക്ക് ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? ടെമ്പറൻസ് റിവേഴ്സ് ആണ്, ഒരു ബാലൻസ് ഇല്ല ഇവരുടെ ലൈഫിൽ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഇവർ ചതിയിലൂടെ ആയാലും വഞ്ചനയിലൂടെ ആയാലും ഇവർക്ക് നിങ്ങളുടെ പേഴ്സണെ വേണം. അപ്പോൾ ഈ പേഴ്സൺ ഇവരെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് അറിയാം. ഇവിടെ ട്വിൻ ഫ്ലെയിം ഇതൊന്നുമല്ല, ലവ് ഒന്നുമില്ല ഇവർ തമ്മിൽ. മനസ്സിലായോ? ഓവർ തിങ്കിങ് ഇതെല്ലാം റിവേഴ്സാണ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഓഫ് കപ്സ് റിവേഴ്സും 8 ഓഫ് സ്വേർഡ്സ് റിവേഴ്സും ആണ്. ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ഇതെങ്കിലും സമ്മതിപ്പിക്കാം. ഈ ലോൺ ഒന്ന് ചിലപ്പോൾ ബാങ്ക് മാനേജർ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ലോൺ കിട്ടാനുള്ള ഒരു വഴിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ എങ്ങനെ അത് വിചാരിച്ച് അവർ ഉറക്കം തന്നെ ഇല്ല അവർക്ക്. മനസ്സിലായോ? അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണായിട്ട് ഇവർ ഹാപ്പി ഒന്നുമല്ല. എന്താ പറയുക, ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷനും അല്ല, ഒരു ലവേ ഇല്ല ഇവിടെ. അതാണ് കോമഡി. ഇവിടെ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. അതുപോലെ തന്നെ 10 ഓഫ്, എന്നാലും അപ്രൈറ്റ് കാർഡ്സ് ഉണ്ടോ അവിടെ? ഉണ്ട്, പക്ഷേ എല്ലാം റിവേഴ്സ് കാർഡ്സ് ആണ് ഇവിടെ വന്നത്, കയ്യിൽ വന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ അതങ്ങനെ വരേണ്ടതാണ്. 10 ഓഫ് സ്വേർഡ്സിന് 10 ഓഫ് സ്വേർഡ്സ് എന്ന് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ അവസാനമാണ് അപ്രൈറ്റ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങേ അറ്റമായി, ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇത് ചീത്തയാവാനില്ല ഒന്നും. മനസ്സിലായെന്ന് വെച്ചാൽ ഇതിനപ്പുറം പ്രശ്നം ഉണ്ടാവാനില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണായിട്ട്.
അപ്പോൾ പേഴ്സണായിട്ട് അടിയും ബഹളമൊക്കെ ഉണ്ടാവും. ഇവർ നിങ്ങളിൽ നിന്ന് പേഴ്സണെ പിരിച്ച് എടുക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ പേഴ്സൺ റിലേഷൻഷിപ്പിന്, മാരേജ് റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര സ്മാർട്ടാണ്. അപ്പം നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിലും നിങ്ങൾ വഴക്കുണ്ടാക്കിയാലും ഇട്ടിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങളെ പോലത്തെ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടും കൂടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോകാത്തത്. അപ്പോൾ ഇവർ മരിച്ച് പണി നോക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് അകറ്റാൻ വേണ്ടി. കാരണം എന്നാലേ ഇവരുടെ കാര്യം സാധിക്കുള്ളൂ. ഇപ്പോൾ ലോൺ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇവർക്ക് പൈസ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി പേഴ്സൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്ന ഒരു എനർജിയാണ്. ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമൊന്നുമില്ല. ഇവരുടെ ഉദ്ദേശം വേറെയാണ്, പൈസ മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഇവരുടെ പ്രാരാബ്ധം കുറയ്ക്കുക. ഇവിടെ 10 ഓഫ് സ്വേർഡ്സും 10 ഓഫ് വാൻഡ്സും ഉണ്ട്, 10 ഓഫ് കപ്സും ഉണ്ട്. എല്ലാം റിവേഴ്സാണ്. ഒന്നും ഹാപ്പിനെസ് ഇല്ല, പണം ഒന്നുമില്ല ഇവർ തമ്മിൽ, നിങ്ങളുടെ പേഴ്സണും ഇവരും തമ്മിൽ. എന്ന് വെച്ചാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അത് വേറെ. അതല്ലാതെ ഇവർ തമ്മിൽ ഒരു സ്നേഹബന്ധമോ ഫ്യൂച്ചർ പ്ലാനിങ്ങോ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ഇവരത് ദുരിതം മാറുമെന്നും ഇവർക്ക് വിശ്വാസമില്ല. എപ്പോഴും ഒരു അത്താണിയായിട്ടിരിക്കും എന്നും വിശ്വാസമില്ല ഇവർക്ക്. തൽക്കാലത്തെ കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ ഇവർക്ക്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? ഇത് തന്നെ ഒരു അഡ്വൈസ് ആണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ അല്ല, നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിന്ന് പോവില്ല. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ഗോൾ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ പുറകെ പോകണ്ട. ഇവിടെ സമയമെടുക്കും. ഇത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനായിട്ട്, ഈ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യം എന്താ പറയുക, നിങ്ങൾ ഓവറായിട്ട് നെഗറ്റീവ് ആവണ്ട. അയ്യോ എൻ്റെ ജീവിതം നശിച്ചു അങ്ങനെ ഇങ്ങനെ ഒന്നും വിചാരിക്കണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. നിങ്ങൾ ചിലപ്പോൾ ജോലിയുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ലൈഫും, കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങളുടെ ലൈഫ് ജോളിയായിട്ട് ജീവിക്കുക. മനസ്സിലാവണ്ടോ? ജോളിയുടെ കൂടെ പോയി ജീവിക്കാനല്ല പറഞ്ഞാൽ, ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ. ഒരു കോമഡി പറഞ്ഞ സോറി. അപ്പോൾ അങ്ങനെ മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുക. തീരുമാനം നിങ്ങളുടെ കയ്യിലല്ല, ഇവരുടെ കയ്യിലാണ്. അപ്പം നിങ്ങൾ ഇതിനെ നോക്കണം. നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യണം. ഡീടോക്സിഫൈ ചെയ്യാൻ എങ്ങനെ? നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട്, ദുഃഖപരമായി ഭയങ്കര പ്രശ്നമുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ അതിനകത്തേക്ക് പോയാൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും. അത് പിന്നെ നിങ്ങളുടെ ലൈഫ് തൊലയ്ക്കും. അത് വേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അത് നിങ്ങളെ തളർത്താൻ ഇടവരരുത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ട്, ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ യാത്ര പോവുക, നിങ്ങൾ ഹോബീസിൽ ഏർപ്പെടുക. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഇതിനകത്തേക്ക് വീഴാൻ ഇടവരരുത്. ഈ സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോവാം. ഇതൊരു സൈഡിൽ നടന്നോളും. ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോവില്ല. മനസ്സിലാവണ്ടോ? നിങ്ങൾക്ക് ഈ പേഴ്സൺ ഉപേക്ഷിക്കണമെങ്കിൽ നേരത്തെ ആവായിരുന്നു അറിഞ്ഞപ്പോൾ. നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല, അതിനർത്ഥം നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണം. അപ്പോൾ ഈ പേഴ്സണും നിങ്ങളെ വേണം. അതെന്തിനാണ് അത് പേഴ്സൻ്റെ ഇതാണ്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് പ്രശ്നം വഷളാക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഇതിനകത്ത് ആവശ്യമില്ലാതെ കയറി ടെൻഷൻ അടിക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഇത് കുറേ കഴിയുമ്പോൾ ഇത് താനെ നിന്നോളും. മനസ്സിലാവണോ? പിന്നെ സമാധാനം വരും. അതുവരെ നിങ്ങൾ കുറച്ച് ടെൻഷൻ അടിക്കണം. അതുകൊണ്ട് അത്രയും ടെൻഷനിലേക്ക് പോവാതെ, ഡിപ്രഷനിലേക്ക് പോവാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. കേട്ടോ? അപ്പോൾ ഇവിടെ ലിയോ ഉണ്ട്, സ്ട്രോങ് ആണ്. പിന്നെ സ്ട്രോങ് സോഡിയക് സൈൻസ് ആണ് പറയുന്നത്. പിന്നെ ജെമിനായി ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. ബാക്കി ഞാൻ പറഞ്ഞതാണല്ലോ. കേട്ടോ? അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ് ഇതാണ്, ജപമാല. കേട്ടോ? അപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിയ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഭഗവാനെ ഓം നമഃ ശിവായ, റിലാക്സ് ആയ പോലെ ഞാൻ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ,
ഓം ശിവായ ഭഗവാനെ. രണ്ടാമത്തെ ഓക്കെ, കാർഡ്സ് എല്ലാം മറിഞ്ഞത് കണ്ടോ? എല്ലാം നല്ല ഒരു 5-6 കാർഡ്സ് മറിഞ്ഞത്. അപ്പം ഓക്കെ, മിസ്യൂസ് ഓഫ് പവർ. ഇത് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ, ഇത് ഭസ്മാസുരനാണ്. ഭസ്മാസുരൻ എന്ന് പറഞ്ഞാൽ വരം നേടിയിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരു അസുരനായിരുന്നു. അവസാനം കൊന്നു കളഞ്ഞ ദൈവങ്ങൾ. മനസ്സിലായോ? അത് നീ ഒരു വലിയ കഥയാണ്. അപ്പോൾ അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് തന്നെ വിപത്തായിട്ട് ഫ്യൂച്ചറിൽ മാറരുത്. അതാണ് മെയിനായിട്ട് ഇത്. മിസ്യൂസ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മിസ്യൂസ് ചെയ്താൽ അത് പിന്നൊരു ശാപമായിട്ട് നമ്മളെ തന്നെ നശിപ്പിക്കും. ഇതാണ് ശരിക്കുള്ള അർത്ഥം. രണ്ടാമത്തത് ചേഞ്ച്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവർ, നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് ചീത്തയായിട്ട് ഭവിക്കാം. എന്തായാലും ഈ ചേഞ്ചിനെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കും എന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ, യു ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം. എന്തിനാണ്? നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ റിലാക്സ്ഡ് ആവും. പിന്നെ നമുക്ക് കുറേ ജ്ഞാനം കിട്ടും. നമ്മളിലേക്ക് ഇറങ്ങിച്ചില്ല. നമ്മൾ പല കാര്യം, നമ്മൾ ഈ കോലാഹലത്തിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് നമ്മളെ മനസ്സിനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ജ്ഞാനമാണ് ഉണ്ടാവുക, അറിവുകൾ. പെട്ടെന്ന് നമുക്ക് അറിവുണ്ടാവും. മനസ്സിലായി? ഒരു കാര്യം നമ്മൾ കണ്ണ് തുറന്ന് കാണുമ്പോൾ കാണുന്നതല്ല നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നത്. അതാണ് ജ്ഞാനം. മനസ്സിലാവണം? സത്യം അറിയുക. അത് കണ്ണടച്ചിരുന്ന് ആലോചിച്ച് മറ്റുള്ളവർ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം നമ്മൾ മറ്റുള്ളവരുടെ അഡ്വൈസിൻ്റെ പുറകെ പോകാതെ നമ്മൾ തന്നെ ഇത് കണ്ടുപിടിക്കുക. അതുമാണ് എന്നുവെച്ചാൽ ഒറ്റപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിവാവും. നമ്മൾ പലരും ഇൻപുട്ട് തരുന്നുണ്ട്. നമുക്ക് അച്ഛൻ തരുന്നു, അമ്മ തരുന്നു, ചേച്ചി തരുന്നു, അനിയത്തി തരുന്നു, ചേട്ടൻ തരുന്നു, അനിയൻ തരുന്നു, ഫ്രണ്ട്സ് തരുന്നു, കൊളീഗ്സ് തരുന്നു. ആകെ മൊത്തം കൊളാബറേഷൻ നമുക്ക് ആകെ വട്ടാവും. അതിലും ഭേദം ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കുള്ള സിറ്റുവേഷൻ. പിന്നെ വരുന്നത് മഹാശിവരാത്രി, ലവ് ആൻഡ് ഹാർമണി അവൈറ്റ് എന്ന് വെച്ചാൽ ശിവരാത്രി ഇനി എന്താണ് വരുന്നത്? ആ ശിവരാത്രി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഹാർമണി, സന്തോഷവും സമാധാനവും വരും. പിന്നെ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. എംബ്രേസ് ഫൊർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കാൻ, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ ശ്രമിക്കുക. മനസ്സിലായത്? ക്ഷമിക്കേണ്ട അത്യാവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഓവർ ബേർഡൻ, സേ നോ ആൻഡ് റിലീസ് ബേർഡൻ. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ജോലി തിരക്കുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൂടുതൽ, ഇപ്പം നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ല, മനസ്സിലായി, പക്ഷേ അയാളോട് എങ്ങനെ നോ പറയും? ഇപ്പം അയാൾ നിങ്ങളുടെ കൂടെ ചായ കുടിക്കാൻ വരുന്നത്, നിങ്ങളുടെ കൂടെ സിനിമയ്ക്ക് പോകണം, അയാൾക്ക് നിങ്ങളെ വിളിച്ച് എപ്പോഴും സംസാരിക്കുന്നത്, എന്നിട്ട് ചിലർ ഫോൺ ചെയ്തേക്ക്, എന്നിട്ട് ഫോൺ കട്ട് ചെയ്യില്ല അവർ. കാരണം അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങൾക്ക് 100 കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവർ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ പറയും. മനസ്സിലായോ? ഈ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ആ പണി എങ്ങനെ തീർക്കും, ഈ പണി എങ്ങനെ, ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ എനിക്ക് പണിയുണ്ട്, ഇപ്പോൾ ഞാൻ പിന്നെ വിളിക്കാം, അല്ലെങ്കിൽ എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, എനിക്ക് കുറേ ജോലിയുണ്ട് എന്ന് പറയാനുള്ള ആ ഒരു മനോബലം നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. ഇത് പല സിറ്റുവേഷനിൽ വരാം കേട്ടോ. അതാണ് ഓറക്കിൾ മെസ്സേജസ് സെക്കൻഡ് ജപമാല എടുത്തവർക്ക് വന്നത്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജി എന്താണ്, നിങ്ങളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. രണ്ട് കാർഡ് വന്നു. ഭയങ്കര സ്ട്രെസ്സാണ്. എന്തിന്? ഒരാൾക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷേ അത് സക്സസ്ഫുൾ ആകുകയും വേണം. അപ്പോൾ സക്സസ്ഫുൾ ആകുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ടെൻഷൻ തേർഡ് പാർട്ടിക്ക്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് രാത്രി ഉറക്കമില്ല. ചിലപ്പോൾ ആരെങ്കിലും തേർഡ് പാർട്ടിയെ ത്രെറ്റൻ ചെയ്യുന്നുണ്ടാവും, പേടിപ്പിക്കുന്നുണ്ടാവാം. മനസ്സിലായി? ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട് തേർഡ് പാർട്ടി. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഈ തേർഡ് പാർട്ടി ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഒരു കാര്യത്തിലേക്ക് എടുത്തുചാട്ടമുള്ള ആളാണ്. അപ്പോൾ എടുത്തു ചാടാനുള്ള, എനിക്കിപ്പോൾ ഇതിൻ്റെ തീരുമാനം അറിയണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇതിനൊരു തീരുമാനമാക്കണം എന്ന് വിചാരിക്കുന്ന തേർഡ് പാർട്ടി. പക്ഷേ
ഇതിലേക്ക് എടുത്തു ചാടാൻ ഒരു ആക്ഷൻ എടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. മനസ്സിലായി? കാരണം ചിന്തിച്ച് കൂട്ടുകയാണ് തേർഡ് പാർട്ടി. ഇവിടെ ജസ്റ്റിസ് ചെയ്യുന്നത് അന്യായമാണെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷേ അത് തേർഡ് പാർട്ടിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് തേർഡ് പാർട്ടിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആ തേർഡ് പാർട്ടി ഈ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടിക്ക്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി ഇതിൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൽ സ്റ്റക്കാണ്. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഹാങ്ഡ് മാനും ഉണ്ട്, ഇവിടെ 9 ഓഫ് വാൻഡ്സ് ഉണ്ട്. രണ്ടും പറയുന്ന തേർഡ് പാർട്ടി ഇതിന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല. പക്ഷേ തേർഡ് പാർട്ടി ആക്റ്റീവായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട് ചെയ്യുന്നത് തെറ്റാണെന്ന് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഉറക്കമില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ ലീബ്ര പൈസീസ് ആണ് അവിടെ കാണിക്കുന്നത്. ഇനി തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടി ഈ കാർഡ് തന്നെ 9 ഓഫ് വാൻഡ്സ് തന്നെ ഇവിടെ വന്നത്. തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഇത് വിട്ട് കളഞ്ഞിട്ടില്ല. പക്ഷേ ഒരു റിസ്ക് എടുക്കാൻ പേടിയാണ്. അതുകൊണ്ടൊന്ന് ബാക്ക് ഔട്ട് ചെയ്തേക്കാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് കേട്ടോ. അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി ഭയങ്കര മൂഡി ആണ്, ഡിസപ്പോയിൻറ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ. അതാണ് ഇവിടെ എല്ലാം കാണിക്കുന്നത്. സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ മുഴുവനായിട്ട് വേണമായിരിക്കും, കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ പല റിലേഷൻഷിപ്പ് വയ്ക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാത്ത ആളായിരിക്കാം. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫുൾ കാർഡ് റിവേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് ശരിക്കുള്ള സ്വഭാവം തേർഡ് പാർട്ടിക്ക് അറിയാം. അപ്പോൾ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണെ ഫൂളാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഫൂളാക്കാൻ പറ്റുന്നില്ല. തേർഡ് പാർട്ടി അത് എന്താണ് ഉദ്ദേശം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണ് ശരിക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ്. ഒരു പ്ലാനും ഇല്ല തേർഡ് പാർട്ടിക്ക്, ഒരു റിസ്ക് എടുക്കാൻ പ്ലാൻ ഇല്ല തേർഡ് പാർട്ടിക്ക്. തേർഡ് പാർട്ടി ഭയങ്കര നോളജബിൾ ആയ ഒരാളാണ്, ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ വരും വരായികകളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇവിടെ ആക്ഷനൊന്നും എടുക്കാത്തത്, വർക്ക് ചെയ്യാത്തത്. മജീഷ്യൻ തേർഡ് പാർട്ടി ഭയങ്കര പവർഫുൾ ആയ ഒരാളാണ്. അപ്പോൾ മദർ ഓഫ് വാൻഡ്സ് റിവേഴ്സാണ്. അപ്പോൾ തേർഡ് പാർട്ടി പവർഫുൾ ആണ് താനും, മാനിപ്പുലേറ്റീവ് ആണ് താനും തേർഡ് പാർട്ടി. പക്ഷേ ഇത് നിങ്ങളാണോ മദർ ഓഫ് വാൻഡ്സിനെ റിവേഴ്സായിട്ട് കാണുന്നത്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമില്ലെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല നിങ്ങളുടെ പേഴ്സണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശിഥിലമാണ് നിങ്ങളുടെ പേഴ്സണായിട്ട്. ഇത് നിങ്ങൾ തേർഡ് പാർട്ടിക്ക് അറിയാം. അപ്പോൾ തേർഡ് പാർട്ടി പക്ഷേ നിങ്ങളെ കുറച്ച് ഭയമുണ്ട് തേർഡ് പാർട്ടിക്ക്. മനസ്സിലായി? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് വിവാഹം കഴിച്ചാൽ, നിങ്ങളുമായിട്ട് സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് വെച്ച ഒരാൾ തേർഡ് പാർട്ടി വന്നപ്പോൾ കൂളായിട്ട് തേർഡ് പാർട്ടിയുടെ പുറകെ പോയി, നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും മൈൻഡ് ചെയ്യാതെ. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളെ കാണുന്നത് കേട്ടോ. നിങ്ങളൊരു അമ്മയായിരിക്കണം, അച്ഛനായിരിക്കണം, കുട്ടിയുണ്ട് നിങ്ങൾക്ക്, മുട്ടക്കിടയ്ക്ക് അടയിരിക്കുന്ന സർപ്പമായിട്ടാണ് നിങ്ങൾ തേർഡ് പാർട്ടി കാണുന്നത്. അപ്പോൾ ഈ വിഷസർപ്പത്തിന് തേർഡ് പാർട്ടിയുടെ വ്യൂ ആണ് നിങ്ങളെക്കുറിച്ച് കേട്ടോ. അതാവണമെന്നില്ല. കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ പേഴ്സണെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ മര്യാദ വെറുതെ ഇരിക്കില്ലല്ലോ, നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ കാണും. അപ്പോൾ തേർഡ് പാർട്ടി അതിനെ എതിരിടാൻ വേണ്ടിയിട്ട് മീൻസ് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെ കുറച്ച് പേടിയുണ്ട് തേർഡ് പാർട്ടിക്ക്. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പബ്ലിക്കിൽ എന്താ പറയുക, പബ്ലിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പബ്ലിക് അറിയുന്നത് തേർഡ് പാർട്ടിക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ കുറച്ച് പവർഫുള്ളായ ആരെങ്കിലും ആയിരിക്കാം. എന്തായാലും അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഒരു ഹോൾഡ് ഇട്ടേക്കാണ്, ആക്ഷന് അകന്ന് നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. കിങ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 8 ഓഫ് സ്വേർഡ്സും 3 ഓഫ് വാൻഡ്സുമാണ്. അപ്പോൾ ആലോചിച്ച ഒരു തീരുമാനം, അപ്പോൾ എടുത്തു ചാടി തീരുമാനം ആക്ഷൻ എടുക്കണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ വളരെ ആലോചിച്ചേ ഞാൻ തീരുമാനം എടുക്കുകയുള്ളൂ. ഇപ്പം തൽക്കാലം എൻ്റെ ഉള്ളിലുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള ആ ഫീലിങ്സ് തേർഡ് പാർട്ടി മറച്ചു വെക്കുകയാണ്, ആരോടും പറയുന്നില്ല. കാരണം ഇതൊരു അങ്ങാടിപ്പാട്ടായി കഴിഞ്ഞാൽ ഇത് മൊത്തം കുളമാവുമെന്ന് തേർഡ് പാർട്ടിക്ക് അറിയാം. ഇവിടെ ജെമിനായി ഉണ്ട്, അക്വാരിയസ് ഉണ്ട്, വെർഗോ പൈസസ് ഉണ്ട്, ഇത്രയുമാണുള്ളത്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? ഇവിടെ തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ്? കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ല എന്ന് കൺഫ്യൂസ്ഡ് ആണ് തേർഡ് പാർട്ടി. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. കാരണം ഇത് രണ്ടും കല്യാണത്തിൻ്റെ കാരണം. ഒരെണ്ണം റിവേഴ്സും ഒരെണ്ണം അപ്രൈറ്റും ആണ് വന്നിരിക്കുന്നത്.
മനസ്സിലാവുണ്ടോ? തേർഡ് പാർട്ടി അബാൻഡൻ ചെയ്യും നിങ്ങളുടെ പേഴ്സണെ. തേർഡ് പാർട്ടി മിക്കവാറും ഈ റീഡിങ് കാണിക്കുന്നത്, എനിക്ക് മെസ്സേജ് വരുന്നത്, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ വേറെ ആരെയോ കല്യാണം കഴിക്കണം എന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പേഴ്സണെ അല്ല. തേർഡ് പാർട്ടി കല്യാണമാവുമ്പോഴേക്കും ഈ പേഴ്സണിനെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ് ഉദ്ദേശം കാണിക്കുന്നത്. അബാൻഡൻ ചെയ്യും നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി. ടോറസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഒന്നും ഇൻട്രസ്റ്റഡ് അല്ല തേർഡ് പാർട്ടി കേട്ടോ. ലോങ് ടേം റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട നിങ്ങളുടെ പേഴ്സണായിട്ട്. തേർഡ് പാർട്ടി താൽക്കാലികമായ ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ പേഴ്സണൽ വിശ്വാസമില്ല. നിങ്ങളുടെ പേഴ്സൺ ഏത് തരം ആളാണെന്ന് തേർഡ് പാർട്ടിക്ക് ശരിക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു വിവാഹ ജീവിതം, അങ്ങനെ ഒരു പേഴ്സണായിട്ടുള്ള വിവാഹ ജീവിതം തേർഡ് പാർട്ടിക്ക് വേണ്ട. തേർഡ് പാർട്ടി ഭയങ്കര സ്മാർട്ടാണ്. ഇവിടെ ഹെർമിറ്റ് കാണിക്കുന്നുണ്ട്, വിക്ടറിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് വേറെ ആരെയോ, ചിലപ്പോൾ ഒരു വർഗോ ആയിട്ടായിരിക്കും തേർഡ് പാർട്ടിയുടെ കണക്ഷൻ കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി ഒരു വഴി കാണുന്നുണ്ട്. ഇവിടെ വിക്ടറി ഒന്നും തേർഡ് പാർട്ടിക്ക് വേണ്ട. നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് നിങ്ങളെ പുറത്താക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിക്കണമെന്നൊന്നും തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടിക്ക് ഒരു വഴി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ തേർഡ് പാർട്ടി ആ പേഴ്സണ് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ അന്വേഷിച്ച് നടക്കുമായിരിക്കും. ആ അന്വേഷിച്ച് നടന്ന് ആ പേഴ്സണെ കിട്ടിയ ഉടനെ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് ചിലപ്പോൾ മിണ്ടില്ല, മിക്കവാറും പറയാണ്ട് ഇറങ്ങിപ്പോവും, ബ്ലോക്ക് ചെയ്ത് ഇറങ്ങിപ്പോവും തേർഡ് പാർട്ടി. മനസ്സിലാവുണ്ടോ? അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 6 ഓഫ് സ്വേർഡ്സും റിവേഴ്സും, അതുപോലെ തന്നെ 9 ഓഫ് സ്വേർഡ്സും കാണിക്കുന്നത്. 9 ഓഫ് സ്വേർഡ്സ് ഇത് റിവേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ആങ്സൈറ്റി, തേർഡ് പാർട്ടിക്ക് ഭയങ്കര ആങ്സൈറ്റി എന്ന് നമ്മൾ കണ്ടല്ലോ. ഇവിടെ 9 ഓഫ് സ്വേർഡ്സ് കണ്ടു. ആ 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ഇവിടെ വന്നു. തേർഡ് പാർട്ടിക്ക് മനസ്സമാധാനം വേണം, അതാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. അപ്പോൾ തൽക്കാലം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിടാൻ റെഡി അല്ലായിരിക്കാം. തേർഡ് പാർട്ടിക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യണം എന്നില്ല. തേർഡ് പാർട്ടി അവിടെ ഒരു പാവ പോലെ ഇരിക്കുകയാണ്. തേർഡ് പാർട്ടി എപ്പോഴാണ് എനിക്ക് ചാൻസ് കിട്ടുക ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ, അപ്പം ഇറങ്ങിപ്പോവും. അതാണ് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ. പരിതാപകരമായ സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും എന്താണ് സ്വഭാവം. തേർഡ് പാർട്ടിക്ക് നല്ലോണം അറിയാം. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തേർഡ് പാർട്ടിയെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിച്ചാലും, ത്രൂ ഔട്ട് വർക്ക് വേണമെന്ന് ആഗ്രഹിച്ചാലും തേർഡ് പാർട്ടി അത് ആഗ്രഹിക്കുന്നില്ല. ഒരു ബോധം, ആ പേഴ്സൺ നല്ല ബോധമുള്ള ആളാണ്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നാലും, അല്ലെങ്കിൽ വേറൊരാൾ അവരെ വിവാഹം കഴിച്ചാലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് ഇവർക്ക് തോന്നൽ വരുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കും. അതാണ് സിറ്റുവേഷൻ. ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ പക്ഷെ പെട്ടു, മനസ്സിലായി? നിങ്ങൾക്ക് അങ്ങനെയുള്ള ബോധമൊന്നുമില്ല. പക്ഷെ തേർഡ് പാർട്ടി നല്ല സ്മാർട്ടാണ്. അപ്പോൾ സോഡിയാക് സൈൻ, നിങ്ങൾക്കൊരു അഡ്വൈസ് വേണ്ടേ? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാസ്റ്റിൽ പെട്ട് കിടക്കുകയാണ് കേട്ടോ. പാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണ്ടെന്ന് വയ്ക്കാം. എൻഡാണിത്, ഒരു സൈക്കിൾ അവസാനിച്ചു. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിന് ഓഫർ തരുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ നിങ്ങൾ ഈ പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ നിങ്ങൾ റീഡിങ്ങിൽ വന്നേക്കുന്നത്. ഈ 3 കപ്സ് ആണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് ഒരു പുതിയ കപ്പ് നിങ്ങൾക്ക് തരുന്നത്, പുതിയൊരു സന്തോഷത്തിനുള്ള ഒരു അവസരം തരുന്നത് നിങ്ങളത് കാണുന്നേ ഇല്ല. നിങ്ങൾ പാസ്റ്റ്, അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇത് അവസാനിച്ച് വേറൊരു ആൾ വരാൻ ചാൻസ് ഉണ്ടാവാം. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണ് ചിന്ത. ആ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങൾ പുതിയ ഓഫേഴ്സ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഡയറക്ഷൻ ഇല്ല, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല. മനസ്സിലായോ? നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയുക. അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ എല്ലാം വേണ്ടെന്ന് വയ്ക്കുകയാണ്. എന്തുകൊണ്ട്? നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ശക്തമായിട്ട് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേഞ്ചിന്. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ്, നിങ്ങൾ ആകെ കൂടെ എന്താ പറയുക, ചെളിയിൽ പെട്ട പോലെ ഇങ്ങനെ താഴ്ന്ന് പോവുകയാണ്. താഴ്ന്ന് മുഴുവനായിട്ട് പോകുന്നുമില്ല, പുറത്തേക്ക് പോകാൻ പറ്റുന്നുമില്ല. അത് നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് തേർഡ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ക്യാൻസർ,
Taurus, Leo, Aquarius, Scorpio, Virgo, Taurus. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഞാൻ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭവാനി, മൂന്നാമത്തെ റീഡിങ് മൂന്നാമത്തെ ജപമാല എടുത്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭവാനി, Patience, Bull, Nandi. Attain success through spiritual pursuits and patience. Patience ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻ്റ് ക്ഷമ കേട്ടോ, ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ ശിവഭഗവാൻ പറയുന്നത് അത് ശിവഭഗവാൻ എന്നല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ ദൈവം പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ സഹായിക്കണം. പിന്നെ ഒരു ലോങ് ജേർണി എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു യാത്ര കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് വരുന്നേ ഉണ്ടാവുള്ളായിരിക്കും. പിന്നെ മിസ്യൂസ് ഓഫ് പവർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ശാപമായിട്ട് മാറരുത്. അതിന് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെയും നിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. പവർ, പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ അഹങ്കാരം കുറച്ചൊക്കെ നല്ലതാണ്. അതാണ് നമ്മളാക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ധൈര്യം തരുന്നത് അഹങ്കാരമാണ് കേട്ടോ. പക്ഷേ ആവശ്യമില്ലാത്ത അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരുടെ മുതുകത്ത് കുതിര കയറാൻ പോകരുത്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ഈഗോ, പിന്നെ ഇല്യൂഷൻ, തോന്നലുകൾ, അതൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്പിരിച്വൽ ഇത് വളർത്തണം. അതുപോലെ തന്നെ നമുക്ക് ജ്ഞാനം നേടണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ത്രിശൂലം. ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ പക്ഷേ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും. അവർക്ക് പൈസ കൊടുക്കണം, അയ്യോ ഫീസ് കൊടുക്കാണ്ട്, അത് കൊടുക്കാണ്ട്, സാരി മേടിക്കണം, അത് കൊടുക്കണം ഒക്കെ നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടാണ് അത്യാവശ്യമെന്നാണ് പറയുന്നത്. ഇത്രയുമാണ് ഓറക്കിൾ മെസ്സേജ്. ഇനി ഞാൻ തേർഡ് പാർട്ടി, നിങ്ങളുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതാണ് നോക്കാൻ പോകുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? വന്നൂടെ എംപറർ റിവേഴ്സ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ഓവർ കോൺഫിഡൻസ്, അതൊന്നും ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇവർക്ക് നേരത്തെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ. ഇപ്പോഴും അവർ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അത്രയും അങ്ങോട്ട് സക്സസ്ഫുൾ ആകുന്നില്ല. ഇവരുടെ ശരിക്കുള്ള സ്വഭാവം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ടാവാം. ഇവർക്ക് ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു എനർജിയാണ്, വളരെ സ്റ്റബൺ ആയ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഇവർ ഭയങ്കര പണത്തിനോട് ആർത്തിയുള്ള ഒരു ആളാണ്. ഭയങ്കര ഒബ്സെഷനാണ്, പണത്തിനോടും പവറിനോടും ഭയങ്കര ഒബ്സെഷനാണ്. അപ്പോൾ ഇത് ഏരീസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഭവാനി,
ഓക്കെ, എംപ്രസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നോട്ട് റൈറ്റ് കാർഡ്സ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവർ ഈ തേർഡ് പാർട്ടി ഹസ്ബൻഡ് വൈഫ് ആയിരുന്നോ? എന്നിട്ടാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കുന്നത്? നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചാണോ ഈ പേഴ്സൺ? കാരണം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ വൈഫാണ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. മനസ്സിലായോ? അവർക്ക് വലിയ നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു വേണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ എന്താ കണക്ഷൻ ഇവിടെ? ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ആദ്യ ഭാര്യയോ ഭർത്താവോ ആരോ ആണ്. കണക്ഷൻ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് പണത്തിനോട് ആർത്തിയുള്ള ആളായിരുന്നു. പക്ഷെ അതുപോലെ അവർക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇവിടെ ഒരു ടവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൊണ്ടാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് നഷ്ടം ഉണ്ടായെന്ന് അറിയില്ല. എന്തായാലും അവർ ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് പണം വരുന്നുണ്ട്. അവർ ചിലപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം, പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കോണ്ടാക്ട് ചെയ്യുന്നത്? കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ? അതോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ്, ആദ്യ വൈഫോ ഹസ്ബൻഡോ ആണെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ എന്തോ ആണ് കാണിക്കുന്നത്. എന്തായാലും ഒരു ടവർ മൊമെൻ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ ഫിനാൻഷ്യൽ ലോസ് വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു അവരുടെ ജീവിതം തന്നെ തകർന്നു പോയി എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ എനർജി. അപ്പോൾ ചിലപ്പോൾ പൈസ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് പൈസ പോയി കഴിഞ്ഞപ്പോഴായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അവരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അതും ആവാം. സ്കോർപിയോ, ടോറസ്, ലീബ്ര, ഏരീസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയുടെ അവർക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമൊന്നുമില്ല, തിരിച്ചു വേണമെന്നുമില്ല നിങ്ങളുടെ പേഴ്സണ് കേട്ടോ. അവർ ഒറ്റയ്ക്കിരിക്കാനാണ്. കാരണം അത്രയും ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു മുടിയനായ പുത്രനായിരിക്കാം, അറിയില്ല, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഇവരുടെ ചിലവിലായിരിക്കും കഴിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ ഇവരുടെ അടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോന്നിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നഷ്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവർ റിക്കവർ ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു ചെല്ലാൻ പോകുന്നുണ്ടാവാം അവരോട്. അങ്ങനെയായിരിക്കും നിങ്ങളോട് പറയുന്നത്. എന്ന് വെച്ചാൽ അവരെ നിങ്ങളുടെ പേഴ്സണെ ബുദ്ധിമുട്ടിക്കുന്നത്, കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളോട് പറയുന്നത്. എന്തായാലും ഇവർ നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഹാർട്ട് ബ്രോക്കൺ ആണ് ഇവർ നിങ്ങളുടെ പേഴ്സൺ കാരണം. അപ്പോൾ ഡിവോഴ്സ്ഡ് അല്ല നിങ്ങളുടെ പേഴ്സണും ഇവരും തമ്മിൽ കേട്ടോ. ഇവർ സിംഗിൾ അല്ല ഇപ്പോഴും. ഇവർ ഒരു അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ അവർ ജീവിക്കാൻ ഒരു വഴിയില്ല. പതുക്കെ അവർ ഫിനാൻഷ്യൽ റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിലും അവർ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാണ് അവരെ ഈ കുഴിയിലേക്ക് ചാടിച്ചത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ കടം മേടിച്ചിട്ട് കൊടുക്കാതിരുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്തിട്ട് ആ പേഴ്സൺ തിരിച്ചു മേടിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് നുണയാണ്, കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് നുണ പറയുന്നുണ്ടാവും. വളരെ സ്മാർട്ടാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ സിറ്റുവേഷൻ അവർ വിട്ട് കളയില്ല. മനസ്സിലായോ? ടു ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ പേഴ്സൺ പ്രയോറിറ്റി അല്ല. നിങ്ങളുടെ പേഴ്സൺ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്, അത് ശരിയാണ്. പക്ഷേ അതൊരു കണക്ഷന് വേണ്ടിയിട്ടോ ആ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാനോ അല്ല. ഇവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. നിങ്ങളുടെ പേഴ്സണെ അവർക്ക് ലവ് ഒന്നുമില്ല. നിങ്ങളുടെ പേഴ്സണോട് ഒരു സ്നേഹവുമില്ല, ഒന്നുമില്ല. 10 ഓഫ് പെൻറ്റക്കിൾസ് എല്ലാ കാർഡ്സും റിവേഴ്സ് ആണ്. ഇവർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് ആ പേഴ്സൺ എടുത്ത പണം മാത്രം മതി. ഇതൊരു ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോ വൈഫോ ഹസ്ബൻഡോ ആവാം. പാസ്റ്റിൽ അവിടെ നിന്ന് ചിലപ്പോൾ മോഷ്ടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരെ പറ്റിച്ച് കുറേ പൈസ കള്ളത്തരത്തിലൂടെ ഒപ്പിട്ടോ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാവാം. അവർ നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സത്യാവസ്ഥ അറിയാണ്ടിരിക്കാനാണ്. എന്തെങ്കിലും വഴിക്ക് തേർഡ് പാർട്ടി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വന്നാൽ അവരായിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ നടക്കുന്നത് എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് നുണ പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ എന്താണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ഇവിടെ? മൂന്ന് കാർഡാണ് വന്നത്. ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്, പേജ് ഓഫ് കപ്സ് റിവേഴ്സ്. തേർഡ് പാർട്ടിക്ക് എത്രയും പെട്ടെന്ന്, തേർഡ് പാർട്ടി കുറച്ച് ഇപ്പോൾ ഭയങ്കര ടെൻഷൻ, ചിലപ്പോൾ കടമൊക്കെ ഉണ്ടാവുമായിരിക്കും, അതൊക്കെ വീട്ടിൽ തീർക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കണം. അപ്പം ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് പതുക്കെയാണെങ്കിൽ ഇനിയിപ്പം റഷ് സ്പീഡപ്പ് ആക്കണം, എന്നാലേ തിരിച്ച് കിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കടം പറയുന്നുണ്ടാവും, നാളെ തരാം, മറ്റന്നാൾ തരാം, 1 മാസം 6 മാസം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അതിനാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇമോഷണലി ഇമ്മച്യൂർഡാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഇത് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിക്ക് ഒരു വിശ്വാസമില്ല കേട്ടോ. അവരുടെ ഉദ്ദേശം അവർ കൊടുത്ത പൈസ തിരിച്ചു മേടിക്കുക എന്നത്. പേജ് ഓഫ് കപ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്, അപ്രൈറ്റ്. ഇത് പേജ് ഓഫ് കപ്സ് റിവേഴ്സും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു വിശ്വാസമില്ല. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ചതിയും വഞ്ചനയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ക്ഷമ പറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോൾ. എന്തായാലും നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി സ്പൈ ചെയ്തിരുന്നില്ല. ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കടം വീട്ടിക്കോളാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇനി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരാനിടയുണ്ട്. അപ്പോൾ ഇവിടെ ധൈര്യമില്ല അവർക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ. കൂടെ ചിലപ്പോൾ വേറെ ആരും ഇല്ലായിരിക്കും അവരുടെ കൂടെ. പിന്നെ നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും? നിങ്ങളോട് എന്താ പറയുക? ഈ പേഴ്സൺ നിങ്ങളോട് എന്താ പറയുന്നത് ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ധൈര്യം സംഭരിക്കുന്നുണ്ട്. ഇവർ ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളോട് ഇത് അവതരിപ്പിക്കേണ്ടതെന്ന്. അതാണ് അവർ ഉദ്ദേശം. ഇതാണ് നിങ്ങളോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുക. അതിന് ധൈര്യം സംഭരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നതും അവർക്കറിയില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഉദ്ദേശം. കൊടുത്ത പൈസ തിരിച്ച് കിട്ടുക, ഇതാണ് അവരുടെ ഉദ്ദേശം. അവിടെ ആരോ ബൈക്ക് പഠിപ്പിക്കുന്നുണ്ട്, അതിനാണ് ഈ റിവേഴ്സ് എടുക്കുന്നത്, പോകുന്നതിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണാണ് വില്ലത്തി whatever. അഡ്വൈസ് എന്താണ്? മൂൺ സീക്രറ്റ്സ്. നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചിലപ്പോൾ ഇത് അറിയാതിരിക്കാം. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം അറിഞ്ഞാൽ മതി, ഈ പേഴ്സൺ കുറേ സീക്രറ്റ്സ് നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഭയങ്കര കള്ളത്തരമുള്ള ഒരാളാണ്. എങ്ങനെ തന്മയത്വത്തോടെ കള്ളത്തരം ഒളിപ്പിക്കാമെന്ന് നല്ല ബോധമുള്ള ആളാണ്. അപ്പോൾ ഈ നിങ്ങളുമായിട്ടുള്ള സ്നേഹം ഈ പേഴ്സൻ്റെ ഒരു കപടമായ ഇതായിരിക്കാം. അപ്പോൾ എന്തായാലും ലവ് ഓഫർ തന്നിരിക്കുന്നത് നിങ്ങൾ പൈസയുള്ള ആളായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കേണ്ടെന്നാണ് പറയുന്നത്. ഈ സിറ്റുവേഷൻ മാറ്റാൻ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് പറയുന്നത്. ആ തേർഡ് പാർട്ടി വരുമ്പോൾ, ഇപ്പോഴല്ല. ഇപ്പം എൻ്റെ റീഡിങ് കാണുന്നത് കൊണ്ട് നിങ്ങൾ സംശയം വെച്ചിട്ട് ആരെയും സംശയിക്കരുത് പ്ലീസ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് പ്രൂഫ് ഉണ്ടെങ്കിൽ റീഡിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അതല്ലാതെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കരുത്. നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ തോന്നലായിരിക്കാം, ആവണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ ആരും ചാടിക്കയറി ഡിസിഷൻ ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് യൂണിവേഴ്സ് പറയുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം, സ്നേഹം മാറുമെന്നാണ്, പെട്ടെന്ന് മാറുമെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഈ പേഴ്സൺ നിങ്ങളോട് കള്ളത്തരത്തിലാണ് നിൽക്കുന്നത്, നിങ്ങളെയും ചതിക്കാനാണ് ഈ പേഴ്സൻ്റെ പ്ലാൻ. അപ്പോൾ ഇവിടെ ഈ പേഴ്സൻ്റെ നിങ്ങളുടെ ഈ ലൈഫ്, ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ സ്നേഹം, ഈ സന്തോഷം മാറുമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസാനം വരുന്നുണ്ട്. നിങ്ങളുടെ മാരേജിനൊരു ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ മാരേജാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും കുറേ സീക്രറ്റ്സ് എല്ലാം വെളിവാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ വരുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് ഇതൊന്നും അറിയേയില്ല. നിങ്ങൾ ഭയങ്കര ബ്ലൈൻഡഡ് ആയിട്ടാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ലീബ്ര, സ്കോർപ്പിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പൈസീസ്, ക്യാൻസർ, പൈസീസ് ആണത്. പിന്നെ ലിയോ ഉണ്ട് ഇവിടെ,
ഇതെല്ലാം മൈനർ ആർക്കാനാണ്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. ഇതാണ് ഫൈനൽ റീഡിങ്. ഇതോടെ ഇന്നത്തെ റീഡിങ് ഞാൻ നിർത്തുകയാണ് ഇവിടെ. അപ്പോൾ ഇനിയും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ ദൈവം നിങ്ങൾക്ക് എല്ലാ സമാധാനവും സന്തോഷവും സമൃദ്ധിയും തരാനിടയാവട്ടെ എന്ന്, തന്നനുഗ്രഹിക്കാനിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റീഡിങ് നിർത്തുകയാണ്. സീ യു. ബൈ ബൈ.